വളരെയേറെ സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹ്. ഇവിടെ മദ്രസ പഠനം നടത്താൻ വേണ്ടി ഉദ്ദേശമുണ്ട്. അതിന് നിങ്ങളൊക്കെ കുട്ടികളെ മദ്രസയിൽ എത്തിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ പഠിക്കാൻ പറഞ്ഞു വെച്ചാൽ മാത്രമല്ലേ അത് ചെയ്യാൻ കഴിയും. ഈ കിസൈസ് ഭാഗത്ത് ഒരുപാട് ഫാമിലികൾ താമസിക്കുന്നുണ്ട്. നിങ്ങൾ അതിന്റെ പ്രചാരകരാകണം, പ്രവർത്തകരാകണം. ഇവിടെ മദ്രസയിൽ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് മാത്രമേ അതിന്റെ പ്രയാസങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ വന്നപ്പോ നമ്മുടെ മമ്മുഞ്ഞി ഹാജി എന്നോട് പറഞ്ഞു, ഇതുവരെ സെറ്റാക്കിയതിന് തന്നെ ഏകദേശം 2 ലക്ഷം ദിർഹമിന്റെ മേലെ ചെലവുകൾ വന്നു. ഇനിയും 1 ലക്ഷം ദിർഹമോളം ചെലവുണ്ടെങ്കിലേ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനൊരു നല്ല സംഭാവന കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാരണം എനിക്ക് അങ്ങനെ സംഭാവന കൊടുക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പോകുമ്പോ ഒരാൾ എനിക്ക് ടെലിഫോൺ ചെയ്തിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനെന്താ തരാറുണ്ടോ ചോദിച്ചു. അതിനെന്ത് വല്ല തകരാറുണ്ടോ വെച്ചു. കാരണം ഞാൻ എന്റെ വിസ ഒരു അത്തർ കച്ചവടക്കാരന്റെ ആയ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന്റെ പാർട്ണർ ആക്കിയിട്ട് ഒരു വിസ തന്നു. കാരണം ഇവിടെ വന്നു പോയിക്കോട്ടെ ഒരു ദയ കാണിച്ചതാണ് അദ്ദേഹം, അല്ലാതെ ഞാൻ പൈസ കൊടുത്തിട്ട് പാർട്ണർ ആയതല്ല. അങ്ങനെ ഒരു വിസ തന്നു. പക്ഷെ ആ വിസയുടെ കാര്യങ്ങൾ അടിക്കാൻ വേണ്ടി ഞാൻ ഒരു ടൈപ്പിംഗ് കടയിൽ പോയിരുന്നു. ആ ടൈപ്പിംഗ് കടയിൽ നിന്ന് മനസ്സിലാക്കിയ വിവരം ആരോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഒരാൾ എന്നെ ടെലിഫോൺ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? എന്റെ ബാപ്പ ബിസിനസ്സുകാരനായിരുന്നു, എന്റെ ജേട്ടന് അബുദാബിയിൽ ബിസിനസ്സാണ്, എന്റെ അനുജന് കൊയിലാണ്ടിയിൽ ബിസിനസ്സാണ്, എന്റെ അമ്മോച്ചന് അഹമ്മദാബാദിൽ ബിസിനസ്സാണ്, ഞാനും കുട്ടിക്കാലത്തെ ബിസിനസ് നടത്തുന്നവനാണ്, എനിക്ക് നാട്ടിലും ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ അയാളോട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ വേറെ ആരോട് കൈ കാണിച്ചിട്ട് യാചിച്ചിട്ട് ജീവിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ സൂക്കട അതോടുകൂടെ മാറിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ചിലർക്ക് ഒരു ധാരണയാണ് മുസ്ലിംമാര് ബിസിനസ് ഒന്നും നടത്താൻ പാടില്ല, അങ്ങനെ ഒരു ധാരണയാണ്. മുസ്ലിംമാർക്ക് ബിസിനസ് നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വേറെയുള്ള ആൾക്കാരോട് ഷെയർ വാങ്ങിയിട്ട് പിന്നെ മുങ്ങരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവനവന്റെ കയ്യിലുള്ളത് കൊണ്ട് ബിസിനസ് നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല. അതേസമയത്ത് ബിസിനസ് അറിയാത്തവരുടെ കയ്യിൽ ആരും പൈസ കൊടുക്കുകയും ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതാ എന്റെ ബിസിനസ്സിന് പൈസ കൊടുത്ത് കുടുങ്ങി പോയി ആരും പറയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസിനസ് നടത്തുന്നവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ജോലിയില്ലാത്തവർക്കൊക്കെ അല്ലാഹു തആല ഖൈറായ ജോലി നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഇത് പൂർത്തീകരിക്കണം. ഇവിടെ തന്നെ ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു 6000 ഇവിടുത്തെ ഉറുപ്പ്യ വേണം. ഇവിടുത്തെ ഉറുപ്പ്യ 6000 വേണം. ഒരു AC വെക്കണമെങ്കിൽ 3500 വേണം. ഒരു വാട്ടർ ഫാൻ വെക്കണമെങ്കിൽ 850 വേണം. ഒരു ഡസൻ കസേര വേണം, അതിന് ഒന്നിന് 450 വരും. ഇത് ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കൂടി തരണം. അത് വെറുതെ പറഞ്ഞല്ല. നമ്മൾ ജാമിയ സയ്യിദിയന്റെ പരിപാടിക്ക് വന്ന് MS ഉസ്താദ് വളരെ പ്രായമുള്ള സമയത്ത് വളരെ വിഷമിച്ചാണ് ഉസ്താദ് വന്ന്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, ആമീൻ. എല്ലാവരും ദ്വാരക്കണം, പക്ഷെ അതിന് 5 പൈസ കൊടുക്കണ്ട. ആമീൻ പറഞ്ഞതിന് 5 പൈസ കൊടുക്കണ്ടല്ലോ. പക്ഷെ അത് മാത്രം പോരാന്നാ പറഞ്ഞത്. അതിന്റെ പുറമെ നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ മഹാന്മാരുമൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നത് ദീനിന് വേണ്ടിയാണ്. അവർ അധ്വാനിക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾ സഹകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് അല്ലാഹു തആല ഓരോരുത്തർക്കും തന്ന കഴിവനുസരിച്ച് എല്ലാവരും എല്ലാ പ്രവർത്തനത്തിലും ഭാഗവാക്കാകണം. അർഹമുർ റഹീമിനായ റബ്ബ് അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ ഉമ്മ മരിച്ച മുറിവ് എന്റെ മനസ്സിൽ നിന്ന് ഉണങ്ങിയിട്ടില്ല. പക്ഷേ ഈ പരിപാടിയിൽ നിർബന്ധമായും വരണം എന്ന് എനിക്ക് തന്നെ എന്റെ മനസാക്ഷി പറഞ്ഞതുകൊണ്ട് വന്ന ഇന്നിപ്പോ തന്നെ ഞാൻ പോവുകയാണ്. ഇവിടുന്ന് ഈ പരിപാടി കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് പോവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിനെ സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. മാതാവ് മരിച്ചതറിഞ്ഞ് ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ദിക്ർ ചൊല്ലിയും ഖുർആൻ ഓതിയും മയ്യിത്ത് നിസ്കരിച്ചുമൊക്കെ മാതാവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും അവരിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. കോറോത്ത് അബ്ദുള്ളയുടെ മാതാവോ മറ്റോ മരണപ്പെട്ടതായി എനിക്കൊരു മെസ്സേജ് വന്ന് നേരത്തെ ഞാൻ കണ്ടു. അല്ലാഹുവരുടെയും അതുപോലെ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ച AK ഉസ്താദിന്റെ ഭാര്യ, അതുപോലെ നമ്മുടെ റഹ്മത്തുൽ സഖാഫിയുടെ ബാപ്പ, അതുപോലെ ബീരാൻകുട്ടി സഖാഫിയുടെ പിതാവ്, അങ്ങനെ ഈ ആഴ്ചയിൽ തന്നെ മരിച്ചുപോയ നമ്മുടെ പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ട പലരുമുണ്ട്. അല്ലാഹു എല്ലാവരും ഖബറിനെയും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നെല്ലിക്കുത്ത് ഉസ്താദ് അടക്കം നമ്മ ഈ അടുത്ത് വിട്ടുപിരിഞ്ഞ ഒരുപാട് ആലിമീങ്ങളുണ്ട്. ജാമിയ സയ്യിദിയിൽ ഒരുപാട് കാലം സേവനം ചെയ്ത PA ഉസ്താദ് അടക്കം, അതുപോലെ തന്നെ അലനല്ലൂർ ഉസ്താദ് അടക്കം ഒരുപാട് ആള്, കുമരമുത്തൂർ ഉസ്താദ് അടക്കം ഒരുപാട് ആളുകൾ ആലിമീങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു
എല്ലാവരുടെ ഖബറിനെയും സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഞാൻ നീട്ടുന്നില്ല. ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഒരു റൂം, കുട്ടികൾക്ക് പഠിക്കാനുള്ള, ഇൽമു പഠിക്കാനുള്ള ഒരു റൂം സെറ്റ് ചെയ്യാൻ ഒരു 6000 ദിർഹം തരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിന് സഹായം നൽകണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞ് നേരം പോക്കി പിരിവെടുക്കുന്ന പതിവ് അങ്ങനെയില്ല. പഴയകാലം മുതലേ എളുപ്പത്തിലുള്ള പിരിവാണ് മുമ്പേ എടുത്തു വരാറുള്ളത്. അതുകൊണ്ട് ഇതിനാരെങ്കിലും തയ്യാറുള്ളവരുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് ഉണർത്തുന്നു. മറ്റൊന്ന്, ഇവിടെ AC ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളോട് ഇപ്പൊ പറയേണ്ടിയില്ല. ഇത്രയും കാറ്റ് വരുന്ന ഈ സ്ഥലത്ത് തന്നെ AC ഇല്ലാത്തതുകൊണ്ട് ഏകദേശം ആളുകളും ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിർത്തുന്നില്ലെങ്കിൽ ഒന്നും കൂടി ചൂടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഒരു ACക്ക് ഒരു 3500 റുപ്യ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി തരാൻ ഓരോരുത്തരും തയ്യാറാകണം. അങ്ങനെ കുറച്ച് AC വേണം, വാട്ടർ ഫാന് വേണം, 1 ഡസൻ കസേര വേണം. ആരാ ഒരു തുടക്കം പറയാ? നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിക്കണം. ആരാ ഒരു തുടക്കം പറയാ? ഒരു 6000ന്റെ ഒരു റൂം സെറ്റ് ചെയ്യുന്നതിന് ആരെങ്കിലും ഉണ്ടോ?